വരുത്തുന്നുണ്ട് ജപ്പാൻ പരിശീലകൻ. എങ്ങനെയെങ്കിലും ബ്രസീലിനെ പിടിച്ചു കെട്ടുക എന്നത് തന്നെയാണ്. ഇനിയൊരു ഗോൾ വഴങ്ങിയാൽ ഇരു ടീമിനും അത് തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ്. ബ്രസീൽ കൂടുതൽ ആവേശോജ്വലമായി അല്ലെങ്കിൽ കൂടുതൽ ആക്രമണോത്സുകത കാണിക്കുന്നു എന്ന് തന്നെയാണ്. ജപ്പാന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ മടക്കാനുള്ള ശ്രമമായിരിക്കും കാണുക. പക്ഷേ ജപ്പാൻ കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് അവരുടെ സെക്കൻഡ് ഹാഫിൽ എന്താണ് പറ്റിയത് എന്നുള്ളതൊരു ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ സെക്കൻഡ് ഹാഫിലാണ് ജപ്പാന്റെ കൂടുതൽ ആവേശ പോരാട്ടം കണ്ടത്. ബ്രസീലിന്റെ അറ്റാക്കിന് മുന്നിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്ന് പതറിപ്പോകുന്ന അല്ലെങ്കിൽ പന്ത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ജപ്പാനെയാണ് കണ്ടത്. പക്ഷേ ഏത് നിമിഷവും ആദ്യ ഗോളിൽ പോലെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഹൈ പ്രസ്സിങ്ങിലൂടെ വീണ്ടും കളം പിടിക്കാൻ ജപ്പാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അക്ഷയ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മത്സരത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്നത് 2006 ലോകകപ്പിലെ ജർമ്മൻ ലോകകപ്പിലെ ആ കാഴ്ച തന്നെയാണ്. അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ ജപ്പാൻ ബ്രസീൽ പോരാട്ടമുണ്ടായിരുന്നു. അന്ന് തുടക്കത്തിൽ തന്നെ കമാഡയുടെ ഗോളിലൂടെ ജപ്പാനാണ് ലീഡ് എടുക്കുന്നത്. പിന്നീടാണ് ബ്രസീലിൻ്റെ വിഖ്യാതമായ ആ ടീം റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും ഒക്കെ തന്നെ ഉൾപ്പെട്ട ആ ടീമിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് നമ്മൾ കണ്ടത്. റൊണാൾഡോ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ജുനീഞ്ഞോയും അടക്കമുള്ളവരുടെ ഗോളുകളിലൂടെ തിരിച്ചു വരുന്ന ബ്രസീൽ അങ്ങനെ 4-1 തകർപ്പൻ ജയമാണ് അന്ന് ബ്രസീൽ നേടിയത്. എന്തായാലും അതുപോലെ ഒരു തിരിച്ചുവരവ് നമ്മൾ കാണുന്നു. ആദ്യം ഗോൾ വഴങ്ങുന്ന ബ്രസീൽ പക്ഷേ കാസമീറോയുടെ തകർപ്പൻ ഹെഡറിലൂടെ തിരിച്ചു വരുന്ന കാഴ്ച കണ്ടു. എല്ലാ കാലത്തും റയൽ മാഡ്രിഡിലും ഒക്കെ തന്നെ നമ്മൾ കാസമീറോ പല കുറി ഇതുപോലെ രക്ഷയ്ക്കെത്തുന്നത്, ബ്രസീൽ കുപ്പായത്തിലൊക്കെ തന്നെ രക്ഷയ്ക്കെത്തുന്നത് കണ്ടിട്ടുണ്ട്. ഒരു നിർണായക തലത്തിൽ ഈ തല കൊണ്ട് ടീമിനെ ഒരു രക്ഷിക്കുന്ന തലവനായി മാറുന്ന കാസമീറോയെ നമ്മൾ പലകുറി കണ്ടതാണ്. അങ്ങനെ ഒരു കാഴ്ച തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും കാണുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നു. നിഖിൽ, എന്തായാലും ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നു ജപ്പാൻ മുന്നിലെത്തിയത്, അവരുടെ ഒരു ഗോൾ അടിച്ചത്. പക്ഷേ തിരിച്ചടിച്ച് വന്നപ്പോൾ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ശ്വാസം നിലച്ചുപോയ ശ്വാസം അത് തിരിച്ചു കിട്ടിയ അവസ്ഥ ഇല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൻ്റെ ഒരു നിമിഷങ്ങളായി മാറുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ തുടരെ ആക്രമിച്ചു കളിക്കുന്നതും ബ്രസീൽ ഏത് നിമിഷം ഒരു ഗോൾ അടിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടിയായിരിക്കുമല്ലോ ആരാധകർ. തീർച്ചയായും അനിൽ, ഈ പോരാട്ടം ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപ് ബ്രസീൽ ആരാധകർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ അവരുടെ മുഖങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്നിരിക്കെ പോലും ഈ അവസാന നിമിഷവും അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകളൊക്കെ വരെ വലിയ ആത്മവിശ്വാസത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ഒറ്റ കാര്യം, അതായത് ഈ ചേട്ടന്മാരുടെ കൊട്ടിനൊരു ആവേശം പോരാ, അത് ഈ ഒരു ഗോൾ കിട്ടിയത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആവേശത്തിനൊരു കുറവ് ഉണ്ടോ? നേരത്തെ ഒരു ഗോള് ജപ്പാൻ ഇട്ടപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആത്മവിശ്വാസം ഉണ്ട്. കാരണം ബ്രസീലിന്റെ കളി അപ്പാടെ അങ്ങോട്ട് മാറ്റി. തീർച്ചയായിട്ടും നല്ലൊരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് കൈവരിക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു 10 മിനിറ്റിനുള്ളിൽ, ഇപ്പോൾ 80 മിനിറ്റായി, ഒരു 10 മിനിറ്റിനുള്ളിൽ ബ്രസീൽ സ്കോർ ചെയ്യും. 2-1 ബ്രസീൽ ജയിക്കും. തീർച്ചയായിട്ടും ജയിക്കുമെന്ന് ബ്രസീൽ എന്തായാലും ഇതിൽ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇവരെല്ലാവരും എന്താ പറഞ്ഞേ. ഇപ്രാവശ്യം എന്തായാലും കപ്പ് നമ്മൾ കൊണ്ടുപോകും. പക്ഷെ ഈ കളിയിൽ തിരിച്ചു വന്ന് ഈ മത്സരത്തിന്റെ അവസ്ഥ, ഈ കളിയുടെ അവസ്ഥ ഞങ്ങൾ തന്നെ ജയിക്കും. ആണ് ജയത്തിൽ കുറഞ്ഞൊരു പ്രതീക്ഷ ബ്രസീൽ ആരാധകർ ഈ നിമിഷവും പങ്കുവെക്കുന്നില്ല. എന്തായാലും നമുക്ക് താഴെപ്പാലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മോനെ എടാടാ, ജയിക്കോടാ, ബ്രസീൽ ജയിക്കോ ഈ മത്സരം? ബ്രസീൽ ഈ മത്സരം ജയിക്കോ? ഉറപ്പാണോ? ജപ്പാൻ നല്ല കളിയാണ് കളിക്കുന്നത്. നാളെ സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോകണമെന്നല്ല നമ്മളെ ഇവിടുത്തെ കാര്യം, നമുക്ക് കളി കണ്ടാ മതി. അടിപൊളി. അപ്പൊ അവരൊക്കെ വലിയ ആകാംക്ഷയിലും ആവേശത്തിലും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും ചെറിയ കുട്ടികളുണ്ട്, ഇവിടെ വന്നു ചേരുന്ന ആളുകളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ബ്രസീൽ ഒരു ഗോൾ മടക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ അക്ഷമരായിട്ട് കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ജപ്പാന്റെ ആരാധകരൊന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല. ജപ്പാൻ ഗോളടിക്കുമ്പോൾ ആഘോഷിക്കുന്നത് കൂടുതലും ബ്രസീൽ ആരാധകരൊക്കെയാണ്. അവരൊക്കെയാണ് ഇവിടെ ഈ ബാൻഡൊക്കെ അടിച്ചുകൊണ്ട് വളരെ ആഘോഷമാക്കി മാറ്റുന്നത്. അപ്പോൾ എന്തായാലും ആര് ഗോളടിച്ചാലും ഇവിടെ വലിയ ആരവം ഉയരും. ജപ്പാൻ ഗോളടിച്ചാൽ അർജന്റീന ഫാൻസ് ആയിരിക്കും ഇവിടെ ആഘോഷിക്കുന്നത്. ബ്രസീൽ ഗോളടിച്ചാൽ ബ്രസീൽ ആരാധകരുമുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ് അതിൽ ഈ അവസാന നിമിഷങ്ങളിലേക്ക്. എന്തായാലും അത് തന്നെയാണ് ബ്രസീൽ ആരാധകരുടെ കൊട്ടും പാട്ടും ഒക്കെ തന്നെ ഒന്നുകൂടി ആവേശകരമാകാൻ ഒരു ഗോൾ കൂടി വരേണ്ടിയിരിക്കുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.